25-ാം തീയതി തിരുവനന്തപുരത്തു നിന്നും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ തിരഞ്ഞെടുത്ത വളരെ കുറച്ച് പേരിൽ ആദ്യ ദിവസം തന്നെ യാത്ര ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത്. ഇതുപോലൊരു വരവേൽപ്പ് മലയാളികൾ ഒരു ട്രെയിനും കൊടുത്തു കാണില്ല. അതുപോലെ തന്നെ ഇങ്ങനെയൊരു ആദ്യ യാത്രയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന രീതിയിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയും യാത്ര ചെയ്യാനുള്ള ഫ്രീ പാസ്സാണ് നമുക്ക് ലഭിച്ചത്. അതിനും ഒരുപാട് സന്തോഷം റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനോട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി Mathilakam. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കാത്തിരുന്ന വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ട്രെയിനിൽ കയറാനുള്ളൊരു പാസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബ് കണ്ടൻറ്റേഴ്സാണ്, ക്രിയേറ്റീവ് കണ്ടൻറ്റേഴ്സാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? കണ്ട കുറേ പേരുണ്ട്. മൂപ്പിന് നല്ല തിരക്കിലാണ്. അപ്പോൾ കുറേ തിരക്കുന്നില്ല നമുക്ക്. അപ്പോൾ പിന്നെ വളരെ കുറച്ച് പേരാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ അല്ലേ? നമ്മളൊരു ഗ്രൂപ്പ്. ബാക്കി വരുന്നുണ്ട്. ബാക്കി ട്രെയിനിലുണ്ടാവും. തിരുവനന്തപുരത്തു നിന്നൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തു നിന്ന്, പല സ്റ്റേഷനിൽ നിന്നുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു പാസും കൂടി കിട്ടിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയും ട്രാവൽ ചെയ്യാനുള്ള പാസ്സാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാത്തിരുന്നിട്ടുള്ളൊരു അല്ലേ ഒരു യാത്രയാണിത്. യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞതിൽ സന്തോഷം. ഞങ്ങളും ഭാഗമായല്ലോ, അത് ഒത്തിരി സന്തോഷം. അതും നമ്മുടെ എന്താ പറയാ, ഇതേപോലെ ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഷാജി പറയും. ബ്യൂട്ടി അല്ലേ, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ആണ് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈലാണ് പോകുന്നത്. പിന്നെ എല്ലാം ചെയ്യും. പിന്നെ അതുപോലെ തിരക്കുള്ളൊരു മനുഷ്യനുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ വളരെ എന്താ പറയുക, നല്ലൊരു ജോലി തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ. ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ഒരു കമ്പനി തന്നെയായിരുന്നു എല്ലാവരും. പിന്നെ പോയിട്ട് ഇപ്പോൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾക്കൂടെ വേറൊരാളും കൂടി ഉണ്ട്, ഒരു ആർട്ടിസ്റ്റാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സെമി ബുള്ളറ്റ് ട്രെയിൻ. ഏകദേശം 100-110 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? നമ്മൾ കേരളത്തിലേക്ക് ഇപ്പോഴാണ് ഇത് വരുന്നത്. അത് മാത്രമല്ല, ഇന്ന് കുറച്ചധികം സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് അല്ലേ? പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു നാളെയാണ് ഇത് ഓടി തുടങ്ങുന്നത്. പാസഞ്ചേഴ്സായിട്ട് നാളെയാണ് സ്റ്റാർട്ട് ആവുന്നത്. പക്ഷേ ഇന്ന് കുറച്ചധികം സ്റ്റേഷനിൽ, ഇപ്പോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ചാലക്കുടി ഒരു സ്റ്റോപ്പുണ്ട്, പിന്നെ തൃശ്ശൂർ, പിന്നെ അങ്ങനെ പല സ്റ്റേഷനുകളുണ്ട്. പല സ്ഥലത്തു നിന്നും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ട്രെയിനിൽ കയറുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഓൾറെഡി കുറച്ച് പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചാനൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് ട്രെയിൻ ഇതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റോബിമാനെ കണ്ടുപിട്ടി. മൂപ്പര് തിരുവനന്തപുരത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിട്ടാണ്. ഫോണിലൂടെ സംസാരിച്ചിട്ടുള്ളൂ. വളരെ സന്തോഷം. എറണാകുളം ടൗണിൽ 10 മിനിറ്റാണ് അനുവദിക്കുന്ന സമയം. അതുപോലെ ഓരോ സ്റ്റേഷനിലും ഇത്രയും സമയം നിർത്തിയിട്ടാണ് പോകുന്നത്. ഇവിടെ ലോക്കോ പൈലറ്റും ഗാർഡും മാറിയതുകൊണ്ടാണ് എറണാകുളം ടൗൺ സ്റ്റേഷനിൽ ഇത്രയും സമയം എടുത്തിട്ടുണ്ടെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഡോറും കൂടിയാണ് ട്രെയിൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അതേ ടൈം എല്ലാ ഡോറും ഒരേ സമയം തന്നെ ക്ലോസ് ആവും.
തിരുവനന്തപുരത്തു നിന്നും പുലർച്ചെ 5:20 വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡേക്ക് പുറപ്പെടുന്നത്. കാസർഗോഡ് ഉച്ചയ്ക്ക് 1:25 എത്തുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല കൊടും ചൂടിലായിരുന്നു നമ്മൾ പുറത്തെത്തുന്നത്. അത് ട്രെയിനിൽ കയറിയപ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ രണ്ടുപേരൊക്കെ ഇരിക്കണമെങ്കിൽ, ഒരു കപ്പിൾസൊക്കെ ഇരിക്കണമെങ്കിൽ ഫുൾ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം, എന്നിട്ട് തിരിച്ചിങ്ങനെ തന്നെ വരാം. അപ്പോൾ വളരെ നല്ലൊരു സംവിധാനമാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ചെയർ കാറിലുള്ളത്. ചെയർ കാറും ഇതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ്. അതിനേക്കാളും ഈ ഒരു ഓപ്ഷൻ എക്സിക്യൂട്ടീവ് ചെയർ കാറിലുണ്ട്. അതുപോലെ തന്നെ 150 സ്പീഡിലെത്താൻ 140 സെക്കൻഡാണ് വന്ദേ ഭാരതിന് എടുക്കുന്നത്. കേരളത്തിൽ ഈ മാക്സിമം സ്പീഡ് എത്താൻ സാധാരണ സാധിക്കില്ല. എന്താ വെച്ചാൽ ഒരുപാട് വളവും തിരിവും ബ്രിഡ്ജസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ മാക്സിമം 100-110 സ്പീഡാണ് എടുക്കുന്നത്. 0 to 100 എത്താൻ വന്ദേ ഭാരതിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡ് മാത്രമാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ടോയ്ലറ്റാണ്. അതെ, അത്യാവശ്യം ഹൈജീനിക് ആയിട്ട് തന്നെയുള്ളൊരു ടോയ്ലറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി സൈഡ് സീറ്റിലിരിക്കുകയാണ്. പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ളൊരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ആയാലും മറ്റുള്ള ഇരിക്കുന്ന സ്ഥലങ്ങളായാലും എല്ലാം നല്ല ഹൈജീനിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കെയർലെസ് ആവാണ്ട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ട്രെയിൻ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതെല്ലാവരും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ നമ്മൾ കാണണം. മറ്റുള്ള ട്രെയിനിലൊക്കെ കയറി നമുക്ക് കാണാൻ പറ്റും ബോട്ടിൽ, അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ, ഫുഡ് വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാട്ടിൽ പോകുമ്പോൾ പറയുന്ന പോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ട്രെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് വന്ദേ ഭാരത് യാത്ര നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താ പറയുക, നാളെ ബുധനാഴ്ച, അതായത് 26 മുതലായിരിക്കും പാസഞ്ചേഴ്സിന് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ആയാലും മറ്റുള്ള സ്ക്രീനിങ് ഡിസ്പ്ലേ ആയാലും ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും എഴുതി കാണിക്കുന്നതിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല കംഫർട്ടാണ് ടോയ്ലറ്റ് ആയാലും അല്ലാത്തല്ലായാലും സെൻസറിങ് ആയാലും. ഏറ്റവും വലിയ എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വിടുന്ന സമയത്ത് ആളുകൾ ഓടി വന്ന് കയറുന്ന കാണാൻ പറ്റില്ല കുട്ടികളൊക്കെ. അത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്, വളരെ വിഷമമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ അറ്റൻഡ് ടൈമിൽ എല്ലാ ഡോറും ലോക്കോ പൈലറ്റ് ക്ലോസ് ചെയ്യുന്നത് തന്നെയാണ് ട്രെയിൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അത് വളരെ നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെ തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇത്ര സമയത്തിന് എത്തിച്ചേരണം വളരെ കംഫർട്ടായിട്ട്, അവർക്കൊക്കെ വളരെ നല്ല ട്രെയിൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ കംഫർട്ടായിട്ടുള്ള യാത്ര തന്നെയാണ്. അതുപോലെ നമുക്ക് കാല് വെക്കാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ട് അല്ലേ, കാല് നമുക്ക് ഇവിടെ കയറ്റി വയ്ക്കാം. പിന്നെ അതുപോലെ നല്ലൊരു ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്, വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇവർ വിളിച്ചിട്ടുണ്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി പാസഞ്ചേഴ്സിനൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട്. അതിൻ്റെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ട്രെയിനിൽ അവർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമാണ്. രാവിലെ നടന്നൊരു ചടങ്ങാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പാസഞ്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലുവ സ്റ്റേഷനാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവയിൽ പക്ഷേ സ്റ്റോപ്പില്ല. ഭംഗിയല്ലേ ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉള്ളിൽ 4 പുഴയാണ് ഫുള്ളായിട്ട് കാണാം. വാവ്, അത് മാത്രമല്ല കേട്ടോ, എന്തൊരു ബേഡ്സുള്ള നല്ല ക്ലൗഡി ക്ലൈമറ്റ് ആണ്. അതാണ് അതിൻ്റെ ഒരു വേറൊരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലഞ്ച് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മുമ്പിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കാനുള്ള ഒരു അടിപൊളിയൊരു ട്രേ കൂടി ഉണ്ട്. സമാധാനമായിട്ടിരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കാവുന്നൊരു സെറ്റപ്പ് കൂടിയാണ് വന്ദേ ഭാരത് ട്രെയിനിലുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡാണിത്. അത്യാവശ്യം നല്ല
ഹൈജീനിക് തന്നെയായിട്ടാണ് നമുക്ക് ഫുഡ് കാണുന്നത്. അത്യാവശ്യം നല്ല റൈസ് ഉണ്ട്, അതുപോലെ തന്നെ 2-3 തരം കറികളുണ്ട്. വെൽ പാക്ക്ഡ് ആയിട്ട് തന്നെയുള്ളൊരു മീൽസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാവുന്നൊരു ഫുഡ് തന്നെയാണ്. അതുപോലെ തന്നെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴും നല്ലൊരു കാഴ്ച തന്നെയാണ്. പിന്നെ മറ്റേ ട്രെയിനിൻ്റെ പോലെ തന്നെ അല്ലേ, ഇത് ഫുള്ള് ഗ്ലാസ് ആണ്, വിൻഡോ സൈഡൊക്കെ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. നമുക്ക് നേരത്തെ വന്നപ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു, അത്യാവശ്യം നല്ല കാഴ്ചകൾ. അത് ഈ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പൊക്കെ നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ ആസ്വദിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചാലക്കുടി പുഴയുടെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു രസമാണല്ലേ, പ്രത്യേകിച്ച് വന്ദേ ഭാരതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂർ വരെയും യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ കാസർഗോഡ് വരെയും യാത്ര ചെയ്യാനുള്ള പാസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന മീൽസ് കഴിക്കാൻ പോവാണ്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് മീൽസ് ആണെന്നാണ്, ഇത് വെജ് ബിരിയാണിയാണ്. അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റൊക്കെ. പിന്നെ പിക്കിളുണ്ട്, പിന്നെ സലാഡുണ്ട്. നല്ലൊരു ഹൈജീനിക് ഉണ്ട്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്നുവെച്ചാൽ സൂപ്പറായിട്ടൊരു വെജ് ബിരിയാണി തന്നെയാണ്. എന്നുവെച്ചാൽ ചുമ്മാ പറയുന്നതല്ല, കഴിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെ ആസ്വദിച്ചിരുന്ന് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ താഴെയാണ് ചാർജിങ് പോയിന്റ് വരുന്നത്. അതുപോലെ തന്നെ ചാലക്കുടി സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇന്ന് ചാലക്കുടിയിൽ സ്റ്റോപ്പ് ഉണ്ട്, നാളെ മുതൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നതല്ല.